ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന ബെല്ല് കേട്ടിട്ടാണ് എണീറ്റ് തന്നെ. സാധാരണ ഞാൻ ഈ ടൈമിൽ എണീക്കാത്തത് കാരണം ഞാൻ നല്ല മടിച്ചാണ്. ഉറങ്ങാൻ കിട്ടുന്ന സമയമൊന്നും ഞാൻ പാഴാക്കാറില്ല. എനിക്ക് ലേറ്റ് നൈറ്റ് ഇരിക്കുക അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. എനിക്ക് ഉറക്കമാണ് മെയിൻ. ഉറക്കം കളയണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ചില ദിവസം ഫുഡ് പോലും കഴിക്കാറില്ല. പക്ഷേ ഇന്ന് എന്തോ നല്ല വിശന്നിട്ടാണ് രാവിലെ തന്നെ എണീറ്റ് തന്നെ. ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ പോയി ബ്രഷ് ചെയ്തിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ കൃത്യ ടൈമിംഗ് ഉണ്ട് രാവിലെ ഫുഡ് കഴിക്കാനും. പിന്നെ അറ്റൻഡൻസ് ഉണ്ട്. ഇവിടെ 8 മണിക്ക് ഫുഡ് കഴിക്കാനാണ് ഫസ്റ്റ് ബെൽ അടിക്കുന്നത്. പിന്നെ അറ്റൻഡൻസ് ആണെങ്കിൽ 9 മണിക്ക്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടൈമാണ്. ആ സമയത്ത് നമുക്ക് പഠിക്കാം, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഞങ്ങൾക്ക് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ കാര്യമായിട്ട് എഴുതാനോ വരയ്ക്കാനോ പഠിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ പരീക്ഷയുടെ തലേ നല്ല പഠിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ഉറക്കമായിരുന്നു. അങ്ങനെ സൺഡേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഉള്ളത് ഉച്ചയ്ക്കത്തെ ഔട്ടിംഗ് ആണ്. അതൊരു 2 മണിക്കൂറാണ് ഔട്ടിങ്. 2 തൊട്ട് 4 വരെയാണ് ഞങ്ങളുടെ ഔട്ടിങ്. പക്ഷേ ഇപ്പം ചൂട് പ്രമാണിച്ച് ഞങ്ങൾക്ക് 3 തൊട്ട് 5 വരെ ആക്കി തന്നിട്ടുള്ളത്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഔട്ടിങ്ങിന് പോകണ്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഹോസ്റ്റൽ ഫീസ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ക്യാഷും എടുക്കണം. എന്നാൽ പിന്നെ എന്തായാലും കുറച്ച് പേര് വെളിയിൽ പോകുന്നുണ്ട്. പിന്നെ അവരുടെ കൂടെ ഒന്ന് പുറത്തേക്ക് ഒന്ന് പോയി ഒന്ന് റിഫ്രഷ് ആയിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം പോയി റെഡിയായി ഔട്ടിങ്ങിന് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു സ്ലീവ്ലെസ് കുർത്തിയും പിന്നെ ഒരു ഫോർമൽ പാൻസുമാണ്. ഡ്രസ്സെല്ലായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഫേസും കൂടെ ഒന്ന് സെറ്റാക്കണം. നമുക്ക് പിന്നെ ഒട്ടും ടൈമില്ല. എൻ്റെ കൂടെ വരുന്ന എല്ലാം റെഡിയായി കഴിഞ്ഞു. ഞാൻ സ്റ്റിൽ ഇപ്പോഴും നിൽക്കുക. ഞാൻ എല്ലാം ഈ ലാസ്റ്റ് മിനിറ്റിലോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല, ഒരിക്കലും എനിക്ക് കിട്ടാറില്ല. കാരണം ഞാൻ എല്ലാം ഈ ലാസ്റ്റ് മിനിറ്റിലോട്ടാണ് വെക്കുന്നത്. അങ്ങനെ നമുക്ക് ഷട്ടപ്പെട്ടേന്ന് എല്ലാം ചെയ്ത് ഡ്രസ്സ് ചെയ്തു. ഇനി ഫേസും കൂടെ ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഇറങ്ങണം. സോ ഞാൻ മാക്സിമം ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര തിരക്കാണെങ്കിലും ഞാനിപ്പോൾ ഒരു ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കി ഫ്രണ്ട് വെക്കും. എന്തൊക്കെ തിരക്കുണ്ടോ എന്തൊക്കെയുണ്ടെങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാനിപ്പോൾ പോകാറുള്ളൂ എവിടെയാണെങ്കിലും. നമുക്ക് പ്രയോറിറ്റി കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഒരു തോന്നൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടി കൂടെയാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടാക്കണം, എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പലപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഞാനിപ്പോൾ മാക്സിമം നോക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എനിക്ക് പ്രയോറിറ്റി കൊടുക്കാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. കാരണം നമുക്ക് ലൈഫ് ഒന്നേയുള്ളൂ. നമുക്ക് ഇപ്പം ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അത് നല്ലതാണെങ്കിൽ അതിപ്പോൾ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യണം. അത് പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യങ് ലൈഫ് ഇപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. കുറേ കഴിയുമ്പോൾ നമ്മൾ കുറേ പ്രായമാവും. അപ്പം നമ്മൾ വിചാരിക്കും അന്ന് ഞാൻ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു റിഗ്രഷൻ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ നമ്മളിപ്പോൾ ഏറെക്കുറെ റെഡിയായി കഴിഞ്ഞു. ഈ ഇയറിങ്സ് എനിക്ക് കുറച്ച് ഓവറായി തോന്നുന്നില്ല. അതില്ല മിക്കവാറും ഞാനിത് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മുടെ ഓവർ ലുക്ക് ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഈ നേരമില്ലാത്ത നേരത്തെ എൻ്റെ കുറച്ച് പട്ടിഷോ മുടി അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു എങ്ങനെ നോക്കിയിട്ട് ഒരു മെന വരുന്നില്ല. അതാണ് സത്യം. പിന്നെ ഗൈസ് ഒന്നും പറയാനില്ല, നല്ല രീതിയിൽ ചൂടാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ജസ്റ്റ് റെഡിയായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേനും എൻ്റെ ഫേസ് നോക്കി അറിയാം ഇപ്പം തന്നെ വേർത്ത് തുടങ്ങി. പിന്നെ വെളിയിൽ പോകുമ്പോൾ എന്തോരം ചൂടായിരിക്കും എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഔട്ടിങ്ങിന് പോകാം. അയ്യോ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടും വെയിൽ. ഇപ്പം തന്നെ ഞാൻ വേഗത്ത് കുടിച്ചിട്ട് പാരുക. കുടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. ഓരോരുത്തരും ഓരോ കുട എഴുതുന്നുണ്ട്. സാധാരണ കുട എടുക്കാതെ പോകുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ എൻ്റെ ഷോപ്പിലെത്തി. ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. സെമിസ്റ്റർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി എഴുതാനും സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊന്നും ഉണ്ട്. കുറച്ച് മാർക്കറും പെന്നും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ കുറച്ച് സ്നാക്സും കൂടെ വാങ്ങിക്കാറുണ്ട്. ഷോപ്പിലെത്തിയപ്പോഴത്തേന് എൻ്റെ മുടിയെല്ലാം കെട്ടി വെച്ചു. അത്രയ്ക്ക് ചൂടായിരുന്നു. വേർത്ത് ഒരു പരുവായി. പിന്നെ മുടി കെട്ടി വെച്ചപ്പോഴത്തേന് ഇയറിങ്സ് ഞാൻ പറഞ്ഞത് ഇടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാൻ അപ്പം തന്നെ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാം. ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം പോയതറിഞ്ഞില്ല. ഒരു ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കും. നാളെ വീണ്ടും കോളേജിൽ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോട്ടെ, ബൈ. ശരി എന്നാൽ.